ഈ സമ്മേളനത്തിൽ പൊതുവാകെ ഈ ലീഗ് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തമൊക്കെ ഉണ്ടോ? ചർച്ചയായിട്ടുണ്ടല്ലോ ആ വിഷയം. പാണക്കാട് കുടുംബം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്. അതായത് അവരെ നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ടില്ലല്ലോ, ആരും ഒഴിച്ചു നിർത്തിയിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ ആ ഒരു ഏതോ ഒരു ചാനലിൽ വന്ന റിപ്പോർട്ടുണ്ടല്ലോ, എന്താണ് എന്ത് ചാനലാണ്? റിപ്പോർട്ടർ ചാനലിൽ. അതായത് നമ്മൾ പിന്നെ കൊടി കൊടുക്കൽ, കൊടി കൈമാറ്റം, അത് ആദ്യം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, അവർ രോഗശയ്യയിലാണ്, അവർക്ക് അവിടെ പങ്കെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ആദ്യം തന്നെയുള്ള പ്രോഗ്രാം കമ്മിറ്റീൻ്റെ തീരുമാനം തങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് കൂടി വാങ്ങുക എന്നുള്ളതാണ് ആലിക്കുട്ടി മുസ്ലിയാർ. അതനുസരിച്ച് തന്നെ നടത്തപ്പെട്ടു. അല്ലല്ല, ആദ്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അത് വളരെ തെറ്റാണ്. ആ വാർത്തയിലാ വന്നത് വളരെ തെറ്റാണ്. അവർക്ക് ഞാൻ തങ്ങളോട് പറഞ്ഞതിന്, ഞാൻ അങ്ങോട്ട് സിയാറത്തിന് വരുമ്പോൾ അവിടെ നിങ്ങൾ ആ കൊടി, പിന്നെ എൻ്റെ കയ്യിലല്ല കൊടി നിങ്ങളവിടെ നിങ്ങളെ വാപ്പാൻ്റെയും പിന്നെ സഹോദരന്മാരെയൊക്കെ അവിടെ വെച്ചിട്ട് എടുത്തിട്ട് ആലിക്കുട്ടി ഹൗസിലേക്ക് കൊടുത്തയച്ചാളി. ആലിക്കുട്ടി അങ്ങനെ പറഞ്ഞു, അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, അങ്ങനെ ഇല്ലല്ലോ. സമസ്തൻ പതാക കൈമാറുള്ളത് ഇന്ന സ്ഥലത്ത് അന്നത്തെ ഓരോ സമയത്തുള്ള. ഇപ്പോൾ മുമ്പ് ചെറുശ്ശേരിയാണ് ബാപ്പൂസിലേക്ക് പതാക കൊണ്ടുപോയത്. അന്ന് ഇതറി തങ്ങളൊക്കെ ഉള്ള കാലത്തല്ലേ. അങ്ങനെ അത് നമുക്കറിയില്ല, ചിത്രീകരിച്ചതാണോ. അതാണ് നിങ്ങളോടും പറയാനുള്ളതാണ്. പറഞ്ഞതേ പറയാൻ പാടുള്ളൂ, പൊള്ളുങ്ങളും പറയാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പം അതുണ്ടാവരുത്. നമ്മൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. ലീഗ് പ്രവർത്തകരുടെ പങ്കാളിത്തത്തിലുണ്ടോ? ഏതിൽ? ലീഗ് പ്രവർത്തകരൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സമയത്തും ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാരെയും ലീഗ് പിന്നെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എല്ലാം സമസ്തൻ്റെ പ്രവർത്തകർ, ലീഗിൻ്റെയും പ്രവർത്തകരാവാം, വേറെയും പ്രവർത്തകരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ കുറേ പ്രവർത്തകരില്ലേ, അത് സമസ്തൻ്റെ പ്രവർത്തകരാവാം, ലീഗിൻ്റെ പ്രവർത്തകരും ആവാം. ലീഗ് പ്രവർത്തകരെ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ പ്രവർത്തകരെ എങ്ങനെ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? നമുക്ക് സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനോട് എല്ലാ നിലക്കും പിന്തുണയുള്ളവരൊക്കെ സമസ്തൻ്റെ പ്രവർത്തകരാണ്. അവരൊക്കെ ഈ കൂടിയിട്ടുണ്ടാവും. അത് ലീഗരും ആവാം, കോൺഗ്രസ്സുകാരും ആവാം. ഇനി ഇവിടെയൊക്കെ കേരള കോൺഗ്രസ് അല്ലല്ലോ, കേരള കോൺഗ്രസ്സുകാരും ആവാം, മനസ്സിലായി, പലരും ആവാം. ഇനിയുള്ള പരിപാടികൾ, അതെ, ഇനിയുള്ള പരിപാടിയിൽ എന്നല്ല, പാണക്കാട് മുമ്പേ തീരുമാനിച്ചതാണല്ലോ. പാണക്കാട് തങ്ങളാണ് മലപ്പുറത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ യോഗ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞ് എന്താണ് MP ഗ്രീൻ കുര്യാക്കോസ് MP ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ മന്ത്രി ചെറിയനെ എന്ന് സജി ചെറിയനെ എന്ന് ഉദ്ഘാടനം ചെയ്തത് എവിടെ? ആലപ്പുഴ. വാസന എന്ന് ഉദ്ഘാടനം ചെയ്തത് എവിടെ? കോട്ടയത്ത്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത്. കൊല്ലത്ത് പിന്നെ കൊടിക്കുന്നിൽ സുരേഷാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും പിന്നെ രണ്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെ ഒക്കെ നേതാക്കന്മാർ നമ്മളെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ ഇരിക്കുകയാണ്. അവർ മലപ്പുറത്ത് എല്ലാ സ്ഥലത്തും നോക്കിയാലും. അല്ല, ഇന്നലെ തിരുവനന്തപുരം എവിടെയാണ്? ഇന്നലെ എവിടെ? നമ്മൾ രാത്രി ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. ഇപ്പം എന്നാൽ ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് അവിടെ. അത് ആരേറ്റ് പണക്കല്ലോ, ലീഗേറ്റ് തന്നെ. ഇവിടെ ആരേറ്റ് പണക്കം? ഈ പണക്ക ഇപ്പോൾ പ്രസംഗിച്ചതല്ലേ, പണക്കം എന്നുള്ളത് ഞങ്ങൾ ഡിക്ഷണറി ഇല്ല, ആരേറ്റുമില്ല. ആശയത്തിനെ എതിർക്കുന്നതായിട്ട് പോകണം, അത്ര. നിരന്തരം ഇങ്ങനെ പറയുമ്പോഴും ലീഗിന്റെ നേതൃത്വമായി അകന്നു നിൽക്കുകയാണെന്നുള്ള വാർത്തകളാണ്. അതല്ലേ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. മലപ്പുറത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഒന്ന് ഉദ്ഘാടനം, രണ്ട് പിന്നെ സ്ഥലത്ത് സ്വീകരണം മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, മറ്റൊന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അത് നമ്മൾ പിന്നെ രേഖയിലൊക്കെ ഉണ്ട്, റിപ്പോർട്ടിലുണ്ട്, എല്ലാത്തിലും ഉണ്ടത്. അവരെ ക്ഷണിച്ചതാണ്, അവരത് ഏറ്റതുമാണ്. അതുപോലെ നടക്കും. അടുത്ത മലപ്പുറത്ത് ചെല്ലുമ്പോൾ മലപ്പുറത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും, മറ്റേത് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മറ്റുള്ളതായ തങ്ങന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10-25ഓളം തങ്ങന്മാരുണ്ട് നമ്മളെ കൂടെ. അതേമാതിരിക്ക് പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങന്മാരോട് സഹകരിക്കും. അത്ര ഉണ്ടാവും. പത്തനംതിട്ടയിലും ലീഗിൽ എന്താ ആശയം? നമ്മളെ ആശയത്തിലില്ല. എന്താ ആശയം? നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമാണ്
ആ ആശയമുള്ളവരായിട്ട് ഇപ്പം നമുക്ക് വലിയ തൃപ്തിച്ചല്ലോ. ലീഗ് നേതൃത്വത്തിൽ ആശയം പിൻപറ്റുന്ന അല്ല ആ ആശയം എന്നല്ല, ലീഗിനെ നമ്മൾ നല്ല ആശയം നോക്കിയിട്ടല്ലോ പിൻപറ്റുന്നത്. ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്കല്ലേ പിൻപറ്റുന്നു. ഇതിലൊരു പ്രതിസന്ധിയില്ലേ ലീഗ് ഒരു നേതൃത്വത്തിലേക്ക് ഒരു മറ്റ് പ്രതി- ഒരു ആശയക്കാർ പ്രതി- കടന്നു ഒരു വരുന്നത്? പ്രതിസന്ധി ഞങ്ങൾക്കില്ല. ലീഗുമായിട്ടുള്ള സമസ്തയുടെ ഒരു ബന്ധം പ്ര- മുന്നോട്ട് ഇല്ല, കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എന്താണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലല്ലോ. എന്താ ആരായിട്ടും അകൽച്ചയില്ല. ലീഗുമായുള്ള സവിശേഷമായ അത് മലയാളം എനിക്ക് മനസ്സിലാവില്ലേ? ഒരു വട്ടം പറഞ്ഞില്ലേ, രണ്ടാമട്ടും പറഞ്ഞില്ലേ, പിന്നെ വേറെ പൊതുവായും പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധത്തിലൊരു താറാറില്ല. അതാളിപ്പോൾ കണ്ടുപോയിരുന്നുണ്ട്. ആ പിന്നെ വേറൊന്നുകൂടി പറയാണ്ട് അതുകൂടി കേട്ടോളൂ. അതായത് പിന്നെ നമ്മളെ ഈ പിന്നെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൽ ചിലരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെ പ്രത്യേകമാവുന്ന ചില നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും നാസർ ഫൈസി നമ്മളൊരു അസിസ്റ്റൻറ്റ് പിന്നെ ഡയറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു.